മധ്യ ഗസയിലെ അൽ നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പുകൾക്ക് സമീപം വെള്ളം ശേഖരിക്കുകയായിരുന്ന 6 കുട്ടികൾ ഉൾപ്പെടെ 10 പേരെ കൊലപ്പെടുത്തിയ ആക്രമണത്തിൽ തെറ്റ് സമ്മതിച്ച് ഇസ്രായേൽ. പ്രദേശത്തെ ഒരു ഇസ്ലാമിക് ജിഹാദ് തീവ്രവാദിയെ ആക്രമിക്കാനാണ് മിസൈൽ ഉദ്ദേശിച്ചിരുന്നത് എന്നും എന്നാൽ സാങ്കേതിക തകരാർ മൂലം അത് ലക്ഷ്യം തെറ്റി ജനങ്ങൾക്ക് മേൽ പതിക്കുകയായിരുന്നുവെന്നും ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കി. ആക്രമണത്തിൽ 8 കുട്ടികൾ ഉൾപ്പെടെ 17 പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ആക്രമണത്തിൽ ഇസ്രായേൽ ഖേദം പ്രകടിപ്പിച്ചു. തങ്ങൾ സാധാരണക്കാരെ ലക്ഷ്യമിടുന്നത് കുറവാണെന്നും അവർക്ക് ദോഷം സംഭവിക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ടെന്നും കൂട്ടക്കൊലയ്ക്ക് ശേഷം പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നു. ഞായറാഴ്ച നടന്ന ഇസ്രായേൽ ആക്രമണത്തിൽ ആകെ 19 പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗാസ സിവിൽ ഡിഫൻസ് ഏജൻസി അറിയിച്ചു. ഞായറാഴ്ച മാത്രം ഇസ്രായേൽ ആക്രമണത്തിൽ 95 പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. 2023 ഒക്ടോബറിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ ഇതുവരെ ഇസ്രായേൽ അധിനിവേശത്തിൽ 10,000-കണക്കിന് കുഞ്ഞുങ്ങളടക്കം കൊല്ലപ്പെട്ടവരുടെ എണ്ണം 58,000 കവിഞ്ഞു. 24 മണിക്കൂറിനിടെ ഗസയിൽ ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിലും ബോംബേറിലും അൽ അഹ്ലി അറബ് ആശുപത്രിയിലെ ജനറൽ സർജൻ ഡോക്ടർ അഹമ്മദ് ഖൻദിലടക്കം 70 പേർ കൊല്ലപ്പെട്ടു. ഗസയിലെ ഒരു തിരക്കുള്ള മാർക്കറ്റ് കേന്ദ്രീകരിച്ചുള്ള ആക്രമണത്തിലാണ് ഡോക്ടർ അടക്കം 11 പേർ കൊല്ലപ്പെട്ടത്. പലസ്തീൻ ആരോഗ്യ വകുപ്പിന്റെ കണക്കനുസരിച്ച് ഇസ്രായേൽ ആക്രമണത്തിൽ 1588ഓളം ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട്.